ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ വലിയൊരു സോറി. കുറച്ച് ദിവസമായിട്ട് പ്രോപ്പറായിട്ട് വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല. കുറച്ച് തിരക്കുകളായി പോയി, കുറച്ച് സമാധാനക്കേടുകൾ ഉണ്ടായിപ്പോയി. അതുകൊണ്ട് ഒരു മൈൻഡ് കിട്ടണില്ല. അതുകൊണ്ട് ചെറിയൊരു ബ്രേക്ക് എടുത്തതാണ് ഗൈസ്. ഞാൻ കംപ്ലീറ്റ്ലി ഓഫ്ലൈൻ ആയിരുന്നു. എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ചുറ്റുമെന്ന് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് ഒരു സബ്ജക്റ്റിനെ പറ്റി ഫ്രീക്വന്റ് ആയിട്ട് തുരുതുരാ മെസ്സേജ് ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് സ്ത്രീകൾ എനിക്ക് അയക്കുന്നുണ്ട്. ബ്രോ ഇതിനെപ്പറ്റി സംസാരിക്കണം എന്ന് പറയും. വന്ന മെസ്സേജിനൊന്നും ആർക്കും ഞാൻ റിപ്ലൈ തന്നിട്ടില്ല. കുറെ ആളുകൾ അയച്ചിട്ടുണ്ട്. എല്ലാവർക്കും കൂടെ റിപ്ലൈ തരാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടായിരുന്നില്ല. പക്ഷെ എല്ലാവരുടെയും മെസ്സേജ് ഞാൻ കണ്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. വന്ന മെസ്സേജ് എല്ലാം ഒരൊറ്റ സബ്ജക്റ്റ്, മഞ്ജു പിള്ളയുടെ മകളായിട്ടുള്ള ദയാ സുജിത്തിനെതിരെ ഷഫീന ബിബി ചെയ്ത വീഡിയോയെ പറ്റിയാണ് എല്ലാവരും സംസാരിച്ചത്. ദയാ സുജിത്ത് തന്റെ ഇൻസ്റ്റാഗ്രാമിൽ 2023 ഇട്ട ഒരു ഇമേജ്, അതും പൊക്കി പിടിച്ചോണ്ട് ഇപ്പൊ വന്നിട്ട് ഒരു വീഡിയോ ചെയ്യേണ്ട ചേതോവികാരം എന്തായിരുന്നു എന്ന് സ്റ്റിൽ മനസ്സിലാവുന്നില്ല. ആ ഇമേജിനകത്ത് അത്യാവശ്യം ബോൾഡ് ആയിട്ടാണ് പുള്ളിക്കാരത്തി ഫോട്ടോഷൂട്ട് നടത്തിയിരിക്കുന്നത്. ഒന്ന് രണ്ട് റീലും അത്യാവശ്യം ബോൾഡ് ആയിട്ടുള്ള രീതിയിൽ ചെയ്തിട്ടുണ്ട്. മറ്റൊരു കാര്യം കൂടി എനിക്ക് മനസ്സിലാകാത്തത്, ഈ പറയുന്ന ദയ മാത്രമാണോ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഈ രീതിയിൽ വീഡിയോയും അല്ലെങ്കിൽ ഫോട്ടോഷൂട്ടും നടത്തുന്നത്? ബാക്കിയുള്ളവരുടെ പേരുകൂടി എന്നാ പിന്നെ പറയാറുന്നല്ലോ. നിങ്ങൾ ആ വീഡിയോ ചെയ്തപ്പം ഒരു സമൂഹത്തിന്റെ ഒരു വലിയ വിപത്ത് അതിനെപ്പറ്റി സംസാരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ചെയ്തൊരു വീഡിയോ, പക്ഷെ അതൊരു പേഴ്സണൽ അറ്റാക്ക് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതൊരു സമൂഹത്തിന് വലിയൊരു വിപത്ത് വന്നു, ഞാൻ അതിനെ പ്രതികരിക്കുന്നു എന്നുള്ള രീതിയിലല്ല. ഒരാളെ തരം താഴ്ത്തുന്നതിന്റെ അങ്ങേയറ്റം തരം താഴ്ത്തുക, പിച്ച് ചീന്തുക, വലിച്ചു കീറുക, ഇതാണ് ആ ഒരു വീഡിയോയിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. നമുക്ക് സ്വന്തം അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. നിങ്ങൾക്കും ഉണ്ട്, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്കും ഉണ്ട്, എനിക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. മാന്യമായി പറയാം, അതിര് കടക്കാത്ത വാക്കുകൾ കൊണ്ട് പറയാം, സർക്കാസമായിട്ട് നമുക്ക് റിയാക്ട് ചെയ്യാം, എല്ലാ രീതിയിലും നമുക്ക് പറ്റും. പക്ഷെ ഇവിടെ നിങ്ങൾ ലിമിറ്റ് ക്രോസ് ചെയ്ത് അങ്ങ് പോയി. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞതിനകത്ത് നല്ല കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് ആളുകൾ ശ്രദ്ധിക്കില്ല. നിങ്ങൾ അത്രയും മോശമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ആളുകൾ ശ്രദ്ധിച്ചിട്ടുള്ളൂ. സോ നിങ്ങൾ ഈ അഭിപ്രായം പറഞ്ഞ രീതി ഒരിക്കലും ഒരു രീതിയിലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. ഇൻസ്റ്റാഗ്രാമിൽ ഒരു പെൺകുട്ടി വന്നിട്ട് ഈ രീതിയിലുള്ള ഫോട്ടോസും വീഡിയോസും ഇട്ടതിന്റെ പേരിൽ ഇത്രയൊക്കെ പറയണമായിരുന്നോ എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കി കഴിഞ്ഞാൽ വലിയ മാറ്റം ആ ചിന്തയിൽ ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. പുള്ളിക്കാരത്തിന്റെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, സോഷ്യൽ മീഡിയയിൽ ശരീര പ്രദർശനം ഇത് തെറ്റായിട്ടുള്ള കാര്യമാണ്. ഇത് നമ്മുടെ കുട്ടികൾ കണ്ട് അനുകരിക്കുന്നതാണ്. ഇതല്ല ഫെമിനിസം. ഇതൊക്കെയാണ് പറയാൻ ഉദ്ദേശിച്ചത്. പക്ഷെ നിങ്ങൾ പറഞ്ഞു വന്നപ്പോഴത്തേക്ക് ഇതൊന്നും അല്ല വന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പെണ്ണിനെ പിടിച്ചു നിർത്തി തൊലി ഉരിക്കുന്ന പരിപാടിയാണ് നിങ്ങൾ കാണിച്ചു വെച്ചത്. എന്റെ ഒരു അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ, ശരീരം സോഷ്യൽ മീഡിയയിൽ പ്രദർശിപ്പിച്ച് അറ്റൻഷൻ നേടുകയും അത് വെച്ചിട്ട് വ്യൂവർഷിപ്പ് റീച്ച് ഉണ്ടാക്കി പൈസ ഉണ്ടാക്കുന്ന സെലിബ്രിറ്റീസിനോട് പുച്ഛമാണ്, പട്ടിപ്പുച്ഛമാണ്. അവരെ ഒന്നും ഒരു സെലിബ്രിറ്റി ആയിട്ടോ ഇൻഫ്ലുവൻസർ ആയിട്ടോ കോണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടോ ആ ഒരു ഗണത്തിൽ പോലും ഞാൻ പെടുത്തിയിട്ടില്ല. കാര്യം കഴിവ് വെച്ചല്ല അവിടെ കീറി വന്നിട്ടുള്ളത്. ഹിന്ദിയിൽ അനുഷ്ക ഡിക്കാട്ടെ എന്ന് കണ്ടു പറയുന്ന ഒരു പെങ്കൊച്ചുണ്ട്. അവിടെ കോണ്ടന്റ് നിങ്ങൾ കാണണം. ഒരു പുതപ്പോയിട്ട് വരി ഇങ്ങനെ ഇട്ട് കുലുക്കും, ഇതാക്കും. ഇതാണ് അവിടെ കോണ്ടന്റ്. അവൾക്ക് ഇച്ചിരി വലിയ ബൂബ്സ് ഉണ്ടായിപ്പോയി, അത് വെച്ചിട്ട് അവള് വ്യൂവർഷിപ്പ് ഉണ്ടാക്കുന്നു. ഇങ്ങനെയുള്ള ആളുകളെ ഞാൻ ഒരിക്കലും അംഗീകരിക്കില്ല, ഒരിക്കലും ഒരു രീതിയിലും അംഗീകരിക്കില്ല. ഇൻസ്റ്റാഗ്രാമിൽ ബോൾഡ്നെസ് കാണിച്ച് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആളുകളെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന്, പ്രൊഫഷണൽ ആയിട്ട് ഫാഷൻ എന്താണെന്ന് പഠിച്ച് അതിന്റെ പുറകിൽ അത്യാവശ്യം എഫേർട്ട് എടുത്ത് കോണ്ടന്റ് പോസ്റ്റ് ചെയ്യുന്ന ആളുകൾ. ഈ ദയാ സുജിത്ത് എന്ന് പറഞ്ഞ നമ്മുടെ ഷഫീന ബിബി എടുത്തു വെച്ച് വിമർശിച്ച വ്യക്തി ഈ ആദ്യത്തെ കാറ്റഗറിയിൽ പെടുന്നതാണെന്നാണ് എന്റെ വിശ്വാസം. എനിക്ക് അവരുടെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം അതാണ്. അവർ പ്രൊഫഷണൽ ആയിട്ട് പഠിച്ച ഒരു വ്യക്തിയാണ്. എന്നാൽ രണ്ടാമത്തെ കാറ്റഗറി ഉണ്ട്. ഈ രണ്ടാമത്തെ കാറ്റഗറിക്കാരാണ് ഒന്നാമത്തെ കാറ്റഗറിക്കാരെ കൂടി പറയിപ്പിക്കുന്നത്. കാരണമുണ്ട്. ഇവർക്ക് ഒരു രീതിയിലും ഫാഷൻ ഇൻഡസ്ട്രിയെ പറ്റി ഒരു തരത്തിലുള്ള അറിവുമില്ല. വയറ് കാണിക്കുക, ക്ലീവേജ് കാണിക്കുക, കുനിഞ്ഞു നിൽക്കുക, ഈ രീതിയിലുള്ള തുണ്ട് ഷോട്ടുകൾ കാണിച്ച് ആളുകളെ എന്ന് പറയുന്നില്ല, സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ആളുകളെ പിടിച്ചിരുത്തുക, അവരുടെ വ്യൂവർഷിപ്പ് നേടുക. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ സ്വന്തം ശരീരം കാണിച്ച് ലൈംഗിക ദാരിദ്ര്യമുള്ള ആണുങ്ങളെ മുതലെടുത്ത് ജീവിക്കുന്ന കുറച്ച് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ്. അൺഫോർച്ചുനേറ്റ്ലി ഈ കാറ്റഗറിയിൽ പെടുന്ന ആളുകളായി പോയി നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നിറഞ്ഞു വാഴുന്നത്. ഈ കാറ്റഗറിയിലുള്ള ആളുകൾക്ക് പ്രൊഫഷണലിസം എന്ന് പറയുന്ന ഒരു സാധനമില്ല, ഫാഷന്റെ പുറകിൽ ഒരു പാഷൻ ഇല്ല, ഒന്നുമില്ല. ഇവർക്ക് ആകെ കൂടി വേണ്ടത് ഫെയിം വേണം, മണി വേണം, പിന്നെ കുറെ പ്രൊമോഷനും വേണം. ഇത് മാത്രമാണ്. വ്യൂവർഷിപ്പിന് വേണ്ടിയിട്ട് എന്ത് തൊട്ടിത്തരം കാണിക്കുന്ന ആളുകൾ. ശരീരം വിറ്റ് പൈസ ഉണ്ടാക്കുക, അത് തന്നെ. പണ്ടൊക്കെ വെടിപ്പുര നടത്തിയിരുന്ന ടീമിന്റെ ഓൺലൈൻ വെർഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാം. ഫോർ എക്സാമ്പിൾ, കുറെ നാൾക്ക് മുമ്പ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു ചേച്ചി അയച്ചയുടെ അക്കൗണ്ടൊക്കെ അടിച്ചു പോയിട്ടുണ്ടായിരുന്നു. എന്തോ മജന്തയോ അങ്ങനെ എന്തോ ഒരു പേരുള്ള ഒരു ചേച്ചി, എടുത്ത് പറയാൻ നിൽക്കുന്നില്ല. ഇവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതാണ്. ഇവർക്ക് ആകെ കൂടി ഇത് മാത്രമേ അറിയൂ. സത്യത്തിൽ ഇങ്ങനെയുള്ള ആളുകളാണ് ഞാൻ ആദ്യം പറഞ്ഞ കാറ്റഗറി. അത്യാവശ്യം ഈ കാര്യങ്ങൾ വളരെ പ്രൊഫഷണൽ ആയിട്ട് അപ്രോച്ച് ചെയ്യുന്ന ആളുകളെ കൂടി പറയിപ്പിക്കുന്നത്, അവരെയും കൂടി അവർ ഞങ്ങളെ പോലാണ്,
അവർ ഞങ്ങളുടെ കൂട്ടി ശരീരം വിറ്റാണ് ജീവിക്കുന്നത് എന്ന് അവർക്ക് കൂടി അങ്ങനത്തെ ഒരു ഇമേജ് സമൂഹത്തിൽ ഉണ്ടാക്കി കൊടുക്കുന്നതിന്റെ മെയിൻ റീസൺ ഈ രണ്ടാമത്തെ കാറ്റഗറിപ്പെട്ട ആളുകളാണ്. അവർക്കൊരു വെല്ലുവിളിയാണ്. അവരുടെ കരിയറിനെ പോലും അവരുടെ പ്രൊഫഷനെ പോലും മറ്റൊരു കണ്ണിൽ കൂടി ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് കാണാൻ ഒരു അവസരം ഇവരുണ്ടാക്കി കൊടുക്കുകയാണ്. ഈ ദയാ സുജിത്തിനെ പോലുള്ള ആളുകൾ ഇങ്ങനെയുള്ള വിമർശനം ഈ ഷഫീന ബീബിയെ പോലുള്ളവരുടെ വായിൽ നിന്ന് കേൾക്കാനുള്ള വൺ ഓഫ് ദ മെയിൻ റീസൺ ഈ പറഞ്ഞ രണ്ടാമത്തെ കാറ്റഗറിയിൽപ്പെട്ട ക്രിയേറ്റേഴ്സ് ആണ്. ഇവർക്കെതിരെ നിങ്ങൾ പ്രതികരിച്ചോ? ഒരു കുഴപ്പമില്ല. കുറച്ച് നാളുകൾക്ക് മുമ്പ് ആറ്റുകാല് പൊങ്കാല ഇടാൻ പോയൊരു ചേച്ചിയെ ഞാൻ വിമർശിച്ചിട്ടുണ്ടായിരുന്നു. പൊങ്കാല ഇടാൻ പോയ പൊങ്കാല ഇട്ടിട്ട് വരണം, അല്ലാതെ അവിടെ പോയിട്ട് ക്ലീവേജും നേവലും കാണിച്ചിട്ട് ഷോ അല്ല കാണിക്കേണ്ടത്. ഇത് കണ്ടപ്പോൾ എനിക്ക് പൊട്ടി, ഞാൻ വിമർശിച്ചു. എന്റെ വീട്ടിലുള്ള അമ്മയെ പോലുള്ള ഒരുപാട് അമ്മമാര് വ്രതം അനുഷ്ഠിച്ച് വളരെ പവിത്രമായിട്ട് പോയി പൊങ്കാല ഇട്ടിട്ട് തിരിച്ചു വരുന്നതാണ്. അവിടെ പോയിട്ട് മീഡിയയുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അതും ഇതും കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ അതിനെ വിമർശിക്കും, ഇനിയും വിമർശിക്കും. പക്ഷെ എത്ര വലിയ വിമർശനമാണെങ്കിലും എല്ലാത്തിനും ഒരു പരിധി ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ എന്റെ ഒരു ലിമിറ്റിന്റെ അപ്പുറം പോയിട്ട് ഞാൻ അങ്ങനെ ആരെയും വിമർശിക്കാറുമില്ല. അതിന് പകരം നമ്മുടെ ഷഫീനാത്ത ചെയ്ത പരിപാടി എന്നാ, പുള്ളിക്കാരത്തിയുടെ 2 പിക്ക് 2023 ഇട്ടോ, അതിപ്പോഴാണ് അവർ കാണുന്നത്. എന്നാൽ പിന്നെ 2023 എനിക്ക് വിമർശിച്ചുകൂടായിരുന്ന? ഈ 2026 വന്നിട്ട് വിമർശിക്കേണ്ട ആവശ്യം എന്താണ്? ആ ഇമേജ് കുറച്ച് ബോൾഡ് ആയിട്ടുള്ള ഫോട്ടോഷൂട്ടാണ് അവരുടെ ഭയങ്കര പ്രൊഫഷണൽ ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഫോട്ടോഷൂട്ടാണ്. അത് ചെയ്യണമെങ്കിൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഫോട്ടോ കാണുന്ന ആളുകൾക്ക് മനസ്സിലാവുന്ന അറിയത്തില്ല അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എത്രമാത്രം അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, എത്രമാത്രം എഫേർട്ട് ഇട്ടിട്ടുണ്ടെന്ന്. അല്ലാതെ പോയിട്ട് ഇല്ല പുല്ലിന്റെ ഇടയിൽ പോയിട്ട് കുഞ്ഞിന്നിട്ട് എടുത്ത ഫോട്ടോ ഒന്നും അല്ല. ഓക്കെ, അതിനെ ഒരു ആർട്ടായിട്ട് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അത് എന്താണ് എന്ന്. അതിനെ ഒരു ആർട്ടിനപ്പുറം ഒരു വൾഗർ സൈഡ് എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല, ഉള്ള കാര്യം പറയാം. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ ഷഫീന ബീബി ഇതിനെ വിമർശിച്ചിരിക്കുന്നത്. അപ്പൊ പുള്ളിക്കാരത്തി ഇതിനെതിരെ ചെയ്ത വീഡിയോ നമുക്കൊന്ന് കാണാം ആദ്യം. ഞാനിത് ഇങ്ങനെ ഒരു സബ്ജക്ട് എടുക്കുന്നുണ്ട്, ഞാൻ പലപ്പോഴും പല ഇടങ്ങളിലും ഇത് പറയണമെന്ന് വെച്ചിട്ടുണ്ട്. ഇനി നിമിഷ ബിജുവിനെ പറ്റിയിട്ട് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതാണ്. നിമിഷ ബിജു ക്രോസിംഗ് ദ ലിമിറ്റ് എന്നുള്ളത് മനസ്സിലായത് കൊണ്ടാണ്. അപ്പൊ അത് നിമിഷ ബിജു ചെയ്തു, നോ ഇഷ്യൂസ്. ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ കാറ്റഗറി പെടുന്ന സ്ത്രീയാണ് നിമിഷ ബിജു. ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് ഇങ്ങനെയൊക്കെയുള്ള പരിപാടിയാണ് ചേച്ചിയുടെ. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ എന്തോ ഇവരുടെ ഒരു ഇന്റർവ്യൂ ഞാൻ എടുത്ത് വെച്ച് ട്രോളി വിട്ടിട്ടുണ്ട്. ഞാൻ വിമർശിക്കാറില്ല, ഇങ്ങനെയുള്ള ആളുകളെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ വിമർശിക്കാറില്ല, ഞാൻ ട്രോളി വിടാറാണ് പതിവ്, സർക്കാസ്റ്റിക് ആയിട്ട് വിടും. പക്ഷെ അതിനകത്തും ഞാൻ എന്റേതായിട്ടുള്ള ഒരു മാന്യത കീപ്പ് ചെയ്യുന്നുള്ളതാണ്. ഞാൻ ഇവരുടെ ഈ നിമിഷ ബിജുവിന്റെ ഒരു വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്ത സമയത്ത് നെക്സ്റ്റ് തൊട്ടടുത്ത ദിവസമുള്ള ഒരു ലൈവിനകത്ത് ഇവരെന്നെ പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. റിയാക്ട് ചെയ്ത ആൾക്കാരുടെ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വീഡിയോ എന്റേതാണെന്നും എന്റെ വീഡിയോ കൊണ്ട് അവർ തന്നെ പൊട്ടിച്ചിരിച്ചു എന്നാണ് അവർ പറഞ്ഞത്. അവർ ചിലപ്പോൾ അതൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുത്തുകൊണ്ടായിരിക്കും അവർക്ക് അങ്ങനെ തോന്നിയത്, നോ ഐഡിയ. എന്നാൽ പോലും അതിനകത്ത് അവരെ അടിച്ചാക്ഷേപിക്കുന്ന തരത്തിൽ അവരെ ഈ രീതിയിലൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ ട്രോളിലൂടെയും സർക്കാസ്റ്റിക്കലിയും ജനങ്ങളിലോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ അത് കേൾക്കുന്ന ആളുകൾക്ക് അരോചകമാവാതിരിക്കാൻ ഞാൻ മാക്സിമം ശ്രദ്ധിക്കാറുണ്ട്, ഒരു പൊതുശല്യം ആവാതിരിക്കാൻ നമ്മൾ നോക്കാറുണ്ട്. പക്ഷെ ചില ആളുകൾ അങ്ങനല്ല, കേൾക്കുന്ന ജനങ്ങൾക്ക് അരോചകമായിട്ട് തോന്നും. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്താണ് ഇവർ ഈ പറയുന്നത് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ചില തരത്തിലുള്ള റിയാക്ഷൻ, അതൊക്കെ കേട്ടിരിക്കേണ്ട ജനങ്ങളെയാണ് സീരിയസിൽ സമ്മതിക്കേണ്ടത്. നെപ്പോ കിഡ്സ് ആയിട്ടുള്ള കുറെ കുട്ടികൾ കാണിക്കുന്ന പോക്കറി തരം ഇത് കണ്ടിട്ട് മിണ്ടാതിരിക്കുന്ന അമ്മമാർക്കുള്ള, അതായത് മഞ്ജു പിള്ളയുടെ മകളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. മഞ്ജു പിള്ളയോടാണ് എൻ്റെ ചോദ്യം. ആകെ ഒരു മകളേ ഉള്ളൂ, നിനക്ക് അതിന് ഇത്തിരി മര്യാദ പറഞ്ഞു കൊടുത്തൂടെ? ഇതിനിങ്ങനെ കയറൂരി വിട്ടിരിക്കുവാണോ? ഇതാണ് ദയ. ഇതിനെ കണ്ടിട്ട് പോത്തായിട്ടോ പശുവായിട്ടോ വല്ലോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, കയറൂരി വിട്ടിരിക്കുകയാണോ എന്ന് ചോദിച്ചുകൊണ്ട് മഞ്ജു പിള്ളയ്ക്ക് ഒരു പോത്ത് ഫാം ഉണ്ട്, ചിലപ്പോൾ അതുകൊണ്ട് പറഞ്ഞതായിരിക്കില്ലേ. എന്താണെങ്കിൽ ഈ കയറൂരി വിട്ടിരിക്കുന്ന കുട്ടിയെ പറ്റി നമുക്കൊന്ന് നോക്കാം. കയറൂരി എവിടം വരെ പോയെന്ന് അറിയണമല്ലോ. ഇത് പുള്ളിക്കാരത്തിയുടെ ലിങ്ക്ഡിൻ പ്രൊഫൈലാണ്. ഇങ്ങനെ ഒരു പ്രൊഫൈൽ എന്താണെങ്കിലും കണ്ടിട്ടുണ്ട്, ഒറിജിനൽ ആണോ നോ ഐഡിയ. വാട്ട് എവർ, ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം ഡിപ്ലോമ ഇൻ ഫാഷൻ സ്റ്റൈലിംഗ് ഫ്രം പൊളിമോഡ, എന്തോ ഒരു സ്ഥലമാണ്, ഇറ്റലിയിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഗൈസ്. അത് അവിടെ പോയിട്ട് ഡിപ്ലോമ ഇൻ ഫാഷൻ സ്റ്റൈലിംഗ് ഒക്കെ പഠിച്ച കുട്ടിയാണ്. ഈ പുലിമട എന്താണെന്ന് നമുക്ക് നോക്കാം. പുലിമട ഫാഷൻ സ്കൂൾ. പുലിമട ഈസ്, അത് വേറെ രീതിയിലാണ് പറയുന്നത്, ഞാൻ പുലിമട എന്നാണ് പറയുന്നത്. ഓക്കെ, പുലിമട ഈസ് എ പ്രീമിയർ ഫാഷൻ സ്കൂൾ ഇൻ ഇറ്റലി, കൺസിസ്റ്റന്റ്ലി റാങ്ക്ഡ് എമംഗ് ദ ടോപ്പ് ഫാഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഗ്ലോബലി. അപ്പം നോൺ ഫോർ ഇറ്റ് സ്ട്രോങ് ഇൻഡസ്ട്രി കണക്ഷൻ, ഇറ്റ് ഓഫേഴ്സ് അണ്ടർ ഗ്രാജുവേറ്റ് മാറ്റർ, അങ്ങനെ കുറെ ഐറ്റംസ്. സോ ഇതിൽ നിന്ന് ഗൂഗിൾ ഏട്ടൻ പറയുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം, ഗ്ലോബലി എടുത്ത് നോക്കുമ്പോൾ തന്നെ അത്യാവശ്യം ഒരു ടോപ്പ് റേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് ഫാഷൻ സ്റ്റൈലിംഗ് പഠിച്ചിട്ടുള്ള വ്യക്തിയാണ് നമ്മുടെ ദയാ സുജിത്ത്. അപ്പം കയറൂരി വിട്ട പെൺകുട്ടി ഇറ്റലി വരെ പോയിട്ട് ഇതൊക്കെ പഠിച്ചിട്ടാണ് നാട്ടിലോട്ട് തിരിച്ചു വന്നത്. അപ്പൊ പിന്നെ ഈ രീതിയിലുള്ള ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഇതിന്റെ പ്രൊഫഷന്റെ ഭാഗമായിട്ടാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കോമൺ സെൻസ് ഉണ്ടാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഫാഷൻ സ്റ്റൈലിംഗ് പഠിച്ച പെൺകുട്ടികൾ ചട്ടയും മുണ്ടും സെറ്റ് സാരിയും ഉടുത്ത് അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഉടുത്ത് നടക്കാൻ പറ്റുമോ? അതും ഇറ്റലിയിൽ ചട്ടയും മുണ്ടും അല്ലെങ്കിൽ സെറ്റ് സാരിയും അവര് അറിയുമോ? അവർക്കത് അതവരുടെ പ്രൊഫഷന്റെ ഭാഗമായിട്ടാണ്, അത് മനസ്സിലാക്കൂ.
നിങ്ങൾ അവരെ പിടിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ കാറ്റഗറിയിൽ ഇടാൻ ശ്രമിക്കാതെ. അപ്പം നമ്മുടെ ഷെഫീനാത്ത പറഞ്ഞ കയറൂരി വിട്ട മഞ്ജുപിള്ളയുടെ മോള് ഇറ്റലി വരെ പോയി കാര്യങ്ങളൊക്കെ പഠിച്ചു, പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവൂല. ഓക്കെ, ബാക്കി നോക്കാം. അതൊരു മെറ്റീരിയൽ മാത്രമാണെന്ന് എത്ര പറഞ്ഞാൽ നിനക്കൊക്കെ മനസ്സിലാവും. ഇങ്ങനെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് നിനക്കൊക്കെ എന്താ മനസ്സിലാകാത്ത? നീ ഒരു മെറ്റീരിയൽ ആണോ? നോ കോമൺ സെൻസ്. ഇതാണോ സ്വാതന്ത്ര്യം? ഇതാണോ ഫെമിനിസം? ഇതിനെയാണോ ഫെമിനിസം എന്ന് പറയുന്നത്? അല്ല, ഇവര് ഇത് ഫെമിനിസം ആണെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഞാൻ അതിനകത്ത് നോക്കിയിട്ട് എങ്ങും കാണുന്നില്ല. ഞാൻ കുറച്ച് ഫാഷനായിട്ട് എനിക്ക് തോന്നിയ പോലെ ഡ്രസ്സ് ഇടുകയാണ്, ഇതാണ് ഫെമിനിസം എന്ന് അവര് എവിടെയും പറഞ്ഞിട്ട് എൻ്റെ അറിവിലില്ല. അന്നേരം അതും ഇതും കൂടെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ജോയിൻ ചെയ്തിട്ട് സംസാരിക്കുന്നത്? അത് അവരുടെ പ്രൊഫഷനാണെന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണേ. മഞ്ജുപിള്ള എന്ന് പറയുന്ന സ്ത്രീയോടാണ് നാണോ ഇല്ലേ തള്ളേ? ഒന്നല്ലേ ഉള്ളൂ, 10-15 കൊണ്ടോ? എന്നാ പിന്നെ അവളോട് അതുകൂടെ ഊരിട്ടില്ല എവിടെയാണ് നിൽക്കാൻ പറ. കാണട്ടെ ആണുങ്ങള്, പിടിക്കട്ടെ, അവർക്ക് ഞെക്കണമായിരിക്കും. ആണുങ്ങൾ കണ്ടവന്മാർ കണ്ട് ഒലിപ്പിക്കണമായിരിക്കും. നിനക്ക് ഭയങ്കര ചമ്പവമായ ഒരു ബോഡി സ്ട്രക്ചർ ഉണ്ട്, അതിനിങ്ങനെ ഞാൻ വിടണമായിരിക്കും. താല്പര്യമാണോടി? പോയി ഏതെങ്കിലും ബസ്സിൽ കയറിയില്ലടി, എന്നിട്ട് പോകുന്ന വരുന്ന എല്ലാവരോടും പറ എന്നെ ഒന്ന് തടവി വിടാൻ. ഇത്ര കാമപ്രാന്താണോ? ഇതൊക്കെ കണ്ട് മിണ്ടാതിരിക്കുന്നത് കൊണ്ടാണ്. ഇത്രയും പറയാൻ വേണ്ടിയിട്ട് ഇവർ എന്ത് അപരാധമാണ് ചെയ്തതെന്ന് ഒന്ന് പറഞ്ഞു തരൂ. ഇത് നിങ്ങൾ ഈ പറയുന്നത് ഫെമിനിസം ഒന്നുമല്ല. നിങ്ങൾ ഫെമിനിസം പഠിപ്പിക്കാൻ വന്നതാണെങ്കിൽ ഇതിനെ ഫെമിനിസം ഒന്നും പറയാൻ പറ്റൂല. ഏതെങ്കിലും ഒരു പെണ്ണ് ബസ്സിൽ കയറിയ സമയത്ത് ഏതെങ്കിലും കഴുപ്പണം കെട്ടവന്മാർ വന്ന് പിടിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ അത്രയും വൃത്തികെട്ട രീതിയിലാണ് നിങ്ങൾ ഈ പറഞ്ഞു വെക്കുന്നത്. വിമർശിച്ചോ? ഇത് വിമർശനമാണോ? ഇതിനാണോ വിമർശനം എന്ന് പറയുന്നത്? ഇതിനാണോ ഫെമിനിസം പഠിപ്പിക്കൽ എന്ന് പറയുന്നത്? എന്നിട്ട് അടുത്ത വീഡിയോയിൽ വന്നിരുന്നിട്ട് പറയുകയാണ് ഞാൻ എൻ്റെ മകളെ പോലെ കണ്ടു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ആ കുട്ടി കാണിച്ച വൃത്തികേട് എനിക്ക് ഉൾക്കൊള്ളാൻ വയ്യാത്ത ഞാൻ അതിന്റെ മകളെ പോലെ സ്നേഹിച്ചതുകൊണ്ടാ. സീരിയസ്ലി, മകളെ പോലെ സ്നേഹിച്ച ഒരു പെൺകുട്ടിയെ ഇങ്ങനെയൊക്കെയാണ് പറയണേ? എന്തിനാ വന്നിരുന്നു ഇങ്ങനെ മെഴുകണേ? എന്തിനിങ്ങനെ വന്നിരുന്നു? നിങ്ങൾ മകളെ പോലെ ഒന്നും അല്ല. മകളെ പോലെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്ത്രീ വന്നിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കൂല. മകളെ പോലെ കണ്ടോണ്ടാണത് ഞാൻ വരുന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത്. കോമഡി ഓഫ് ദ വീക്ക് ഫീലിംഗ്. അത് എന്തുകൊണ്ട് വരുന്ന ഞാൻ എന്ന വ്യക്തി, ഷെഫീന എന്ന വ്യക്തിക്ക് ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. അതിന്റെ അപ്പൊ മനസ്സിലായി. ഒരുപാട് വ്യക്തിത്വങ്ങൾ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ വല്ലതാണോ? അതിന്റെ ആയിരിക്കും. ഇനി ഈ വീഡിയോയിൽ ഇവര് പറഞ്ഞേക്കുന്ന കുറച്ച് നല്ല വാക്കുകൾ ഞാൻ കേൾപ്പിക്കാം. ഹെഡ്സെറ്റ് വെച്ച് മാത്രം കേൾക്കാൻ ശ്രമിക്കുക. ഫെമിനിസം എന്താണെന്ന് അറിയാത്ത കുട്ടികളെ ഇതാണ് ഫെമിനിസം എന്നും പറഞ്ഞൊന്ന് കേൾപ്പിച്ച് കൊടുക്കാൻ നിൽക്കരുത്. ഒന്ന് കേൾപ്പിക്കാം. ഓക്കെ? അതാണോ നീ മഞ്ജുപിള്ള വളർത്തിയ മകളെ? നീ അതാണോ ഉദ്ദേശിക്കുന്നത്? ഇത് ഫാഷൻ അല്ലടി. ഇതിന്റെ പേര് ഫാഷൻ എന്നല്ല പറയാ, ഇത് പച്ചയ്ക്ക് വ്യഭിചാരം എന്നാ പറയാ. മനസ്സിലായോ? മോളുടെ അച്ഛൻ കണ്ടാൽ അദ്ദേഹം ഒരുപാട് ഹാപ്പി ആയിരിക്കും. എക്സാക്ട്ലി. അച്ഛനും ഇത് കാണണം. മോളെ അച്ഛന്റെ മുമ്പിൽ പോയി തൂണിയില്ലാണ്ട് നിന്ന് കാണിച്ചോറി. അച്ഛൻ കാണട്ടെ മകൾക്ക് ഇങ്ങനെ ചാമാനുണ്ടെന്ന്. നാട്ടിലുള്ള ആണുങ്ങൾ വലിപ്പിക്കാൻ നീ അച്ഛനെ കാണിച്ചോറി. എന്നിട്ട് ഇറങ്ങാൻ ഇവളെയൊക്കെ ഉണ്ടാക്കി തള്ളിയവളുമാരെ വേണം പഠിക്കാനായിട്ട്. ഹനി വരുന്നേ ഇത് നമുക്ക് മര്യാദയ്ക്ക് പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല. അതിന് മെഡിസിൻ ഉണ്ട്. അമ്മച്ചോട് പറഞ്ഞിട്ട് മെഡിസിൻ എടുക്കാൻ നോക്കുമ്പോൾ മനസ്സിലായ? ഉള്ളോളല്ലേ ഉള്ളോളൂ. ഈ തഴപ്പും മുഴപ്പും കണ്ടിട്ട് ആണുങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് അവന്മാരെ മനോഘടനയുടെ തെറ്റാണ്. പക്ഷെ നീ ചിന്തിച്ച്, നീ കുടിച്ച പാല് കണ്ടാൽ നിനക്ക് എന്തെങ്കിലും തോന്നുന്നു. പെറ്റ് തള്ളെ കണ്ടാൽ നിനക്ക് എന്തെങ്കിലും തോന്നുന്നു. അത് തന്നെയാണ് എല്ലാ പെണ്ണുങ്ങൾക്കുള്ള, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അത് കാര്യക്ഷമതയോട് നാക്കിന്റെ ബലം കൊണ്ട് നിൽക്ക്. നാക്ക് കൊണ്ട് സംസാരിക്കാൻ ശ്രമിക്കും. പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇത് നിന്റെ അമ്മയെ പോലെ ഈ തൊള നിന്റെ അമ്മച്ചിക്കുമുണ്ട്. ആ തൊളയിൽ കൂടെയാണ് നീ പുറത്തേക്ക് വന്നത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതിന് നീ തൊള ഊരി കാണിക്കുകയല്ല വേണ്ട. ഞാനൊരു സ്ത്രീയാണ്, ഞാൻ നിന്നെ പോലെ ഒരു ജീവനാണ്. അല്ലാതെ എന്റെ ഒരു ഇതുണ്ട്, അത് നല്ല രസമുണ്ട്, അതിന്റെ വലിപ്പം കണ്ടോളൂ, അത് ഞാൻ താഴ്ത്തി ഇറക്കി, അത് ഞാൻ എക്സാഗ്രേറ്റ് ചെയ്ത് കാണിച്ചു തരാം എന്നല്ല പറയേണ്ടത്. ഇതിന്റെ പേരാണ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം. ഓക്കെ, അങ്ങനെയാണെന്ന് തോന്നുന്നു ഷെഫീനാത്ത ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഞങ്ങളെപ്പോലുള്ള സ്ത്രീകൾ പോരാടി നേടിയതാണെന്ന്. ഇതിനെ പോരാട്ടം എന്നാണോ പറയുന്നത്? എത്ര വൃത്തിയായിട്ട രീതിയിലെടുത്താ നിങ്ങൾ സംസാരിക്കണേ. അതും നിങ്ങൾ നേരത്തെ പറഞ്ഞ മകളെ പോലെ കണ്ട കുട്ടികളെയൊക്കെ നിങ്ങൾ ഇങ്ങനെയാണോ പറയണേ? അതിനെ കാമപ്രാന്തിയാക്കുന്നു, അതിന്റെ അമ്മയെ പറ്റി പറയുന്നു, അതിന്റെ അച്ഛനെ ചേർത്ത് പറയുന്നു. ഈ തരം താഴ്ത്തി സംസാരിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. നിങ്ങൾ ആ പരിധി ലംഘിച്ച് ഏത് രീതിയിൽ തരം താഴ്ന്നു എന്ന് എനിക്കിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അത്രയും തരം താഴ്ന്നു. നിങ്ങൾ ഇതിനകത്ത് ഫെമിനിസം ഒക്കെ പഠിപ്പിക്കാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ ഫെമിനിസത്തെ പറ്റിയൊക്കെ ഇതിനകത്ത് സംസാരിച്ചിട്ടുണ്ടെന്ന് ഓക്കെ, ചിലവർ അതൊക്കെ അംഗീകരിക്കും, ചിലർ അംഗീകരിക്കത്തില്ല. അതൊക്കെ ചിലർക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളുമായിരിക്കും. പക്ഷെ അതൊക്കെ പറയേണ്ട ഒരു വിധമുണ്ട്, ഒരു രീതിയുണ്ട്. ഇങ്ങനല്ല. ഇത്രയും അഗ്രസീവായിട്ട് ഇത്രയും ഒരാളെ വലിച്ചു കയറി സംസാരിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ആലോചിക്കണം. നമ്മൾ ആരെ പറ്റിയാണോ പറയുന്നത് അവരതിന് അർഹനാണോ എന്ന്. ഇവള് 4 കേൾക്കേണ്ടവളാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ജനങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പറഞ്ഞോ, നോ ഇഷ്യൂ. കേട്ടോണ്ടിരിക്കുന്ന ആളുകളും പറയും അവൾക്ക് 4 വേണമായിരുന്നു, അവള് 4 കേൾക്കേണ്ടവളാണെന്ന് പറയും. ഫോർ എക്സാമ്പിൾ ഷിഞ്ചിത, ഇവളെ പറ്റി വന്നിരുന്നത് ഇവള് 4ന്റെ ആളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യടി കിട്ടും. ഒരുത്തൻ ഈ ഇടയ്ക്ക് ഇവളെ പാച്ചത്തെറി വിളിച്ചിട്ട് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പാച്ചത്തെറി എന്ന് പറഞ്ഞാൽ പുഴുക്ക അഴുക്കത്തെറി. ഒരു പെണ്ണിനെ
വിളിക്കാത്ത തെറി. പക്ഷെ അതിന്റെ അടിയിൽ അവന് വന്ന കയ്യടി. കാര്യം എന്താ? അവള് കേൾക്കേണ്ടവളാണ്, അവള് 4 കേൾക്കേണ്ടവളാണ്. സോ ഷീസ് ഡിസർവിങ് ദാറ്റ്. പക്ഷെ ഇവിടെ നിങ്ങൾ ഇത്രയൊക്കെ നിങ്ങൾ ഈ പറഞ്ഞത് കേൾക്കാൻ ഇവർ അർഹയായിരുന്നു? അതാണ് എന്റെ ചോദ്യം. ഇത്രയൊക്കെ പറയേണ്ട ആവശ്യകത ഉണ്ടായിരുന്നോ? ഇന്ത്യ മഹാരാജ്യത്ത് വിമർശിക്കാനുള്ള അവകാശം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനെ വിമർശനമൊന്നും ആ ഗണത്തിൽപ്പെടുത്താൻ പറ്റൂല. സർക്കാസം എന്ന് പറയുന്നത് ഗണത്തിൽപ്പെടുത്താൻ പറ്റൂല, ട്രോളിംഗ് എന്ന് പറയുന്നത് ഗണത്തിൽപ്പെടുത്താൻ പറ്റൂല. ഇതിനെ ഏത് ഗണത്തിൽപ്പെടുത്താൻ പറ്റുമോ നിങ്ങൾ തന്നെ ഒന്ന് പറയൂ. ഇത് നിങ്ങളുടെ അഭിപ്രായം പറയുന്നതിലുപരി ആ വ്യക്തിയെ, അവരുടെ കുടുംബത്തെ അപമാനിക്കാനാണ് നിങ്ങൾ ശ്രമിച്ചിരിക്കുന്നത്. അപമാനം എന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞു പോകും. അപമാനമല്ല, അയ്യോ ഇല്ല ചവിട്ടുകൊട്ടയിലിട്ട് ചവിട്ടി താഴ്ത്തി പിച്ച് ചീന്തി ഒരുമാരില്ല ഇങ്ങനെ ഇട്ട് കൊടുക്കത്തില്ലേ, അതിന് നിങ്ങൾ ശ്രമിച്ചത്. അത് കാണുന്ന ആളുകൾക്ക് അങ്ങനെയാണ് കൺവേ ആവുന്നത്. ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റില്ല, ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റില്ല. ഉള്ള കാര്യം പറയാമല്ലോ. ഒരു സ്ത്രീ വന്ന് മറ്റൊരു സ്ത്രീ എടുത്ത് ഇത്രയും മോശമായി സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്ത് മെസ്സേജാണ് സമൂഹത്തിന് നൽകുന്നത്? ഷെഫീന ബീബി എന്ന് പറയുന്ന പ്രശസ്ത യൂട്യൂബർ വന്ന് ഒരു സ്ത്രീയെ പറ്റി ഇങ്ങനെയുള്ള തോന്നിവാസങ്ങൾ പറയുന്നു. ഇത് കേട്ടിരിക്കുന്ന മറ്റ് സ്ത്രീകൾ പറയാണ്, ഷെഫീന ബീബി അവരെ പറ്റി അങ്ങനെയൊക്കെ പറഞ്ഞു, നാളെ തൊട്ട് നമുക്കും പറയാം. സ്ത്രീയെ ഇവിടെ എന്ത് വേണമെങ്കിലും പറയാം, ഒരു കുഴപ്പമില്ല, ഒരു നിയമവും ഇവിടെ ചോദ്യം ചെയ്യാൻ വരില്ല. ഈ മെസ്സേജ് ആണോ നിങ്ങൾ സമൂഹത്തിന് കൊടുക്കുന്നത്? അങ്ങനെ നാളെ ഇതേ ശൈലി പിന്തുടർന്ന് കുറെ ആളുകൾ അപരാധിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അത് അംഗീകരിക്കുമോ? നിങ്ങൾ ഈ പറഞ്ഞത് ശരിയാണെന്ന് നിങ്ങൾക്ക് ഇപ്പോഴും തോന്നുന്നുണ്ടെങ്കിൽ, ഇത്രയും ഒരുപാട് സ്ത്രീകൾ ഇവരെ വിമർശിച്ച് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ വീഡിയോ ഇടുന്നത് ഞാൻ കണ്ടു. ഇത്രയും വിമർശനങ്ങളൊക്കെ കേട്ടതിന് ശേഷവും ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. ഇവരെ നിങ്ങൾ അതിനകത്ത് പറയാൻ ശ്രമിച്ച ആശയങ്ങളെ പറ്റിയല്ല ഞാൻ പറയുന്നത്, ഞാൻ അതിനെപ്പറ്റി ഒന്നുമല്ല സംസാരിക്കുന്നത്. നിങ്ങൾ ഇവരെ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അവിടെ ഉപയോഗിച്ച ഭാഷ ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഒരൊറ്റ കാര്യം മനസ്സിലാക്കുക. സ്വയം താങ്കൾ സമൂഹത്തിന് നല്ലത് ചെയ്യുന്നുണ്ട് എന്നൊരു തോന്നലുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാത്രം തോന്നലാണെന്ന് മനസ്സിലാക്കുക. അതാണ് യാഥാർത്ഥ്യം. നിങ്ങളുടെ കോർ ഓഡിയൻസ് നിങ്ങൾ പറയുന്നത് കേട്ട് കൈയടിക്കുമായിരിക്കും. മേ ബി സെയിം മെന്റാലിറ്റി ആയതുകൊണ്ടായിരിക്കും അവരത് കേട്ട് കൈയടിക്കുന്നത്. പക്ഷെ അവരാണ് സമൂഹം എന്ന് ഒരിക്കലും വിചാരിക്കരുത്. അതൊരു ചെറിയ കമ്മ്യൂണിറ്റി മാത്രമാണ്, അതല്ല നമ്മുടെ സമൂഹം. അതിന് പുറത്ത് ഒരുപാട് ആളുകളുണ്ട്. നിങ്ങൾക്കത് മനസ്സിലാവണമെങ്കിൽ നിങ്ങളുടെ വീഡിയോയുടെ അടിയിലുള്ള കമന്റ് അല്ല കാണേണ്ടത്. കുറെ ആളുകൾ നിങ്ങൾക്കെതിരെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിന്റെ അടിയിലുള്ള കമന്റ്സ് പോയി ഒന്ന് വായിച്ചു നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെക്കാൾ കൂടുതൽ ആളുകൾ നിങ്ങളെ എതിർക്കുന്നു, നിങ്ങൾ പറഞ്ഞ കാര്യത്തിനോട് യോജിക്കുന്നില്ല എന്ന്. സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്നൊരു തോന്നൽ ഇത്താക്കുണ്ടെങ്കിൽ ജസ്റ്റ് മനസ്സിലാക്കുക, ഇതേ സമൂഹം തന്നെ നിങ്ങളെ ഒരു പൊതുശല്യമായിട്ടാണ് പ്രഖ്യാപിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്കെതിരെ വരുന്ന ഓരോ വീഡിയോയ്ക്കും കൈയടിക്കുന്നത്, മില്യൺസ് ഓഫ് വ്യൂവർഷിപ്പ് കിട്ടുന്നത്. എനിക്കിത്രേ പറയാനുള്ളൂ, ഒരു പൊതുശല്യം ആവാതിരിക്കുക. നിങ്ങൾക്ക് പറയേണ്ട, നിങ്ങൾക്ക് നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയാം, ഒരുപാട് കാര്യങ്ങൾ അറിയാവുന്ന വ്യക്തിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളെ സംസാരിക്കാൻ ഞാൻ പഠിപ്പിക്കേണ്ട ആവശ്യകതയുമില്ല. എന്തൊക്കെയാണ് പറയേണ്ടത് ക്ലിയർ ആയിട്ടുള്ള വ്യൂ നിങ്ങൾക്കുണ്ട്. പക്ഷെ ഈ പറഞ്ഞത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല, വളരെ മോശമായി. ഇതിനൊരു മറുപടിയുമായിട്ട് മഞ്ജുപിള്ളയുടെ മകൾ വന്നിട്ടുണ്ട് യൂട്യൂബിൽ. അതിന്റെ ചെറിയൊരു ഭാഗം ഞാൻ വെക്കാം. കഴിഞ്ഞ് ഞാനത് കണ്ടില്ല ഫുള്ള്, കുറച്ച് ബിക്കോസ് ഇറ്റ് വാസ് വെരി മച്ച്. നമ്മളെന്തോ എന്തത് ഈ മറ്റേ ചട്ടുകത്തിൽ എണ്ണയിൽ കടുകിടുമ്പോൾ പൊട്ടൂലേ, അതിൻ്റെ കൂടെ വെള്ളവും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ പൊട്ടി അങ്ങ് അതുപോലെ ആയിരുന്നു. അപ്പോൾ ഞാൻ ഐ വാസ് ലൈക്ക് ഡോണ്ട് റിയാക്ട്, ഇറ്റ്സ് ഫൈൻ. ഇതുപോലെ വന്നിട്ടില്ല, പക്ഷെ somewhat very similar. Calm down, let's take a chill pill, continue with my life. ഓൾറെഡി ഡൗൺ ആണ്. അപ്പോൾ എനിക്ക് ഇത് ആക്ച്വലി ഇത് ഇറങ്ങിയപ്പോൾ ഫുള്ള് കാണാത്തത് കൊണ്ടും എനിക്ക് പ്രത്യേകിച്ച് ഇതിന് വില ഉണ്ടായിരുന്നു. സത്യം പറയാമല്ലോ, കാലിൻ്റെ അടിയിലെ പൊടിയുടെ വില എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ സത്യമായിട്ടും. പക്ഷേ then I later came to know that this was affecting, yes, it was affecting എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ പേരുണ്ടായിരുന്നു. but they were also busy with their life. They are like, it's fine, നമുക്ക് ഇഗ്നോർ അടിക്കാം. Because I don't want to waste my energy on someone like this. I would use my energy to keep these flowers alive. This makes more sense. ഞാൻ പറഞ്ഞ മനസ്സിലായി. I don't want to put my energy on that. I'm not calling that a human. That is something else. അത് വേറെ എന്തോ ജീവിയാണ്. Anyway, എന്താ പറഞ്ഞേ അപ്പോൾ I don't want to put my energy. But later I'm coming to know after 2-3 days that a lot of other women has been also affected by this. എൻ്റെ കാര്യം കൊണ്ടല്ല, അവർക്ക് ഇതുപോലെ പണിത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സാധനം. അപ്പോൾ അത് കാരണം അതിൻ്റെ കോൺസിക്വൻസസ് അവർക്ക് ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഞാൻ മാത്രമല്ല, കുറേ വേറെ അതേ വിക്ടിംസ് ഉണ്ട്. അപ്പോൾ ഞാൻ പിന്നെ
ഇൻസ്റ്റാഗ്രാമിലേക്ക് തിരിച്ചു വന്നു. ഞാൻ പറഞ്ഞു ഇനി ആരംഭിക്കലാമാ എന്നും പറഞ്ഞ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ട് കേട്ടോ. അടുത്ത വീഡിയോയിൽ നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ട്. നിങ്ങൾ ആ സർപ്രൈസ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ആ സർപ്രൈസ് ഞാൻ തരും. സോ ഇതാണ് ദയ ചെയ്ത വീഡിയോ. പേരൊന്നും പറയുന്നില്ല, ആരും ഉദ്ദേശിച്ചാണ് പറഞ്ഞതെന്ന് മനസ്സിലാവില്ല. ഈ പുള്ളിക്കാരത്തെ ഉദ്ദേശിച്ച് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അല്ല ഷെഫീനത്ത, നിങ്ങൾക്ക് ഈ മഞ്ജു പിള്ളയുടെ വല്ല വൈരാഗ്യം ഉണ്ടായിരുന്നു? എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് സീരിയസ്ലി വൈരാഗ്യം തീർക്കണം എന്ന് പറയുന്ന പോലെ ഫീൽ ചെയ്തത്. ആൻഡ് വൺ മോർ തിങ്, ഷഫീനത്തേക്ക് ഒരു വിചാരമുണ്ട്, സ്ത്രീകൾക്ക് സ്ത്രീകളെ എന്തും പറയാം. അതാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇവർ ഈ പറഞ്ഞ ഇതേ കാര്യം, എക്സാക്ട് സെയിം വേർഡിങ്സ് ഒരു പുരുഷനാണ് അല്ലെങ്കിൽ ഞാനാണ് പറഞ്ഞിരുന്നെങ്കിൽ ഞാനിപ്പം ജയിലിൽ കിടന്നേനെ, ജാമ്യം പോലും കിട്ടില്ല. അത്രയും ഒഫൻസീവ് ആയിട്ടുള്ള കാര്യം പറഞ്ഞത്. പക്ഷെ സ്ത്രീകൾക്ക് സ്ത്രീകളെ എന്തും പറയുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. അതാണ് നിങ്ങളുടെ USB, അതാണ് നിങ്ങൾ സെല്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടുതലൊന്നും എനിക്കിനെ പറ്റി പറയാനില്ല, എന്ത് പണയാൻ. ആൻഡ് ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ വീഡിയോ നിർത്താം. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് അല്ലെങ്കിൽ അതിന്റെ ഒരു റിവെഞ്ച് ഞാൻ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു. സീരിയസ്ലി എനിക്ക് ആ യൂണിവേഴ്സിലോട്ട് എൻ്റർ ആവാൻ ഒരു താല്പര്യമില്ല. വെറുതെ എന്നെ പിടിച്ചാൽ ഇടാൻ നിൽക്കരുത്. സോ കൂടുതലൊന്നും പറയാൻ നിൽക്കുന്നില്ല. അപ്പം ശരി, ബൈ.